ഹലോ കൂട്ടുകാരെ, ലിറ്റിൽ ബത്തലു ആൻഡ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ചുമ്മാ ഇരിക്കുകയായിരുന്നു നമ്മുടെ ബത്തലു. എന്നാൽ വാപ്പച്ചി അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അതെന്താന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് വാപ്പച്ചിയുടെ അടുത്തോട്ട് പോയി. അപ്പോൾ കിട്ടിയ 8ന്റെ പണിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഒരു 10-20 തേങ്ങ അവിടെ പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബത്തലുവിനെ കണ്ടപ്പോൾ ബത്തലുവിന്റെ വാപ്പച്ചി പറഞ്ഞു അതെല്ലാം എടുത്ത് അടുക്കളയുടെ ഭാഗത്തോട്ട് കൊണ്ടുവയ്ക്കാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ബത്തലുവിന്റെ സൈക്കിളും കൊണ്ടുവന്ന് അതിനകത്തൊരു ബക്കറ്റും വെച്ച് ബക്കറ്റിലോട്ട് എല്ലാ തേങ്ങകളും എടുത്തിടാൻ തുടങ്ങി. ഓരോ തേങ്ങയും കുലുക്കി നോക്കി അതിനകത്ത് വെള്ളം ഉണ്ടോ നോക്കുകയാണ് നമ്മുടെ ബത്തലു. സംഭവം വലിയ കാര്യത്തിൽ തുടങ്ങിയെങ്കിലും പോകാതെ വലിയൊരു ടാസ്ക് ആണെന്ന് ബത്തലു മനസ്സിലായി. കുറച്ച് തേങ്ങകൾ മാത്രം എടുത്ത് വണ്ടിയിലിട്ടിട്ട് ബത്തലു എല്ലാം അവിടെ നിന്ന് പോവാൻ നോക്കുകയാണ്. ഇതിപ്പോഴൊന്നും തീരില്ല എന്ന് മനസ്സിലായ ബത്തലു തേങ്ങയുടെ ഗുണനിലവാരം ഒന്നും പിന്നെ നോക്കാൻ നിന്നില്ല. വേഗം അവിടെയുള്ള എല്ലാ തേങ്ങ എടുത്ത് ബക്കറ്റിലോട്ട് ഇട്ടു. ഞാൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ നമുക്ക് പോയിക്കൂടെ? അത് കേട്ടതും ബത്തലു, ഇത് ഞാൻ വാടകയ്ക്ക് വിളിച്ച വണ്ടിയൊന്നുമല്ലല്ലോ, എന്റെ സ്വന്തം വണ്ടിയല്ലേ, ഞാൻ വേണമെങ്കിൽ 1-2 ട്രിപ്പ് കൂടുതൽ അടിച്ചോളാം. തേങ്ങയെല്ലാം കയറ്റിയതിന് ശേഷം മനസ്സിലായത് ഡ്രൈവർക്ക് ഇരിക്കേണ്ട സീറ്റിലാണ് ഈ ബക്കറ്റ് കൊണ്ടേ വെച്ചിരിക്കുന്നത്. ഇനി വേറെ വഴിയില്ല, നമുക്കത് തള്ളി കൊണ്ടുപോവാം. അപാര ഡ്രൈവിംഗ് സ്കില്ലായതുകൊണ്ട് ഒരു കൈ തന്നെ ധാരാളമാണ്. അങ്ങനെ എന്തായാലും തേങ്ങ ഇറക്കി വെക്കേണ്ട സ്ഥലത്തെത്തി. ബത്തലു ഇറക്കി വെക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി വെക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഇത്തിരി ദേഷ്യം വന്നെങ്കിലും അവസാനം ശരി, എന്തായാലും വണ്ടി കുറച്ച് മുന്നിലോട്ട് മാറ്റിയിട്ടിട്ട് ആ തേങ്ങയെല്ലാം അവിടെ ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും 1, 2, 3 എണ്ണി ആ തേങ്ങയെല്ലാം ആ സ്റ്റെപ്പിൽ വരിയായി ബത്തലു അടുക്കി വെച്ചു. തേങ്ങയെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ബത്തലുവിന് മനസ്സിലായത് വേറൊരു പണി കൂടി ഉണ്ടെന്ന്. തേങ്ങ പൊതിച്ച സ്ഥലത്തെ പൊടിയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കണം. ചൂലി എടുത്ത് നേരെ അങ്ങോട്ട് അടിച്ചു വൃത്തിയാക്കി. അവിടെ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിലെ ആ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ ബത്തലു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ എല്ലാം കൃത്യമായി അടിച്ച് വൃത്തിയാക്കി ബത്തലു. അടിച്ചു വരുന്നതിന് ഇടയിലാണ് ബത്തലു വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. വാപ്പച്ചി ആ തേങ്ങയുടെ ചകിരിയെല്ലാം ഒരു ചാക്കിലോട്ട് നിറച്ചു വെക്കുന്നുണ്ട്. വാപ്പച്ചി തന്നെ അതെല്ലാം കൊണ്ടുവെക്കുന്നാണ് ബത്തലു വിചാരിച്ചത്. ഇതും കൂടി കഴിഞ്ഞാൽ ഇനി ഒരു പണിയെടുക്കാൻ വയ്യാന്നാണ് ബത്തലു പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഏൽപ്പിച്ച പണിയെല്ലാം ബത്തലു കൃത്യമായി ചെയ്തു. തേങ്ങയെല്ലാം കൊണ്ടുപോയി അടുക്കി വെച്ചു, അടിച്ചു വാരി വൃത്തിയാക്കി, തേങ്ങയുടെ ചകിരി ചാക്കിലാക്കിയത് ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ബത്തലു ഉമ്മച്ചിയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്.